ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണിയിൽ തന്നെ ബാറ്ററികളുടെ വില കുറഞ്ഞത് വല്ലാത്തൊരു ഊർജ്ജമാണ് വന്നിരിക്കുന്നത്. അതുമൂലം EV വാഹനം വാങ്ങാൻ പോകുന്നവർക്ക് ഒരാശ്വാസവുമാണ്. പ്രശസ്ത EV നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സും MGയും അവരുടെ വാഹനങ്ങളുടെ വില വെട്ടിക്കുറച്ചിട്ടുണ്ട്. ടാറ്റയുടെ ജനപ്രിയ ഇലക്ട്രിക് മോഡലുകളായ നെക്സോൺ EVയും ടിയാഗോ EVയുടെയും വില കുറച്ചിട്ടുണ്ട്. നെക്സോൺ EVക്ക് 1,20,000 രൂപയും ടിയാഗോ EVക്ക് 70,000 രൂപയുമാണ് കുറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വില കുറവുള്ള EVക്കാരായ MG കോമറ്റിൻ്റെ വില 1 ലക്ഷം രൂപയിലധികമാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഏകദേശം 7 ലക്ഷം രൂപയ്ക്കാണ് കാർ ഇപ്പോൾ വിൽപ്പനയ്ക്കെത്തുന്നത്. നേരത്തെ 22 ലക്ഷം രൂപയ്ക്ക് വിറ്റിരുന്ന ZS EV ഇപ്പോൾ 19 ലക്ഷം രൂപയ്ക്കാണ് വിൽപ്പനയ്ക്കെത്തുന്നത്. എനിവേ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ടാറ്റയുടെയും MGയുടെയും പ്രഖ്യാപനത്തിന് ചുവട് വെച്ച് മറ്റ് നിർമ്മാതാക്കളും EVകളുടെ വില കുറയ്ക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പ്രമുഖ EV കാർ നിർമ്മാണ കമ്പനിയും കൂടിയായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഈ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറത്തി അവരുടെ വാഹനത്തിൻ്റെ വില കുറയ്ക്കില്ലെന്ന് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മഹീന്ദ്രയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും CEOയുമായ രാജേഷ് ജജുരീക്കറാണ് XUV 400യുടെ വില കുറയ്ക്കാൻ പോകുന്നില്ലെന്ന് വ്യക്തമാക്കിയത്. അടുത്തിടെയാണ് XUV 400 EV ഒന്ന് മുഖം മിനുക്കി എത്തിയത്. കുറഞ്ഞ വിലയിലായിരുന്നു അപ്ഡേറ്റ് പതിപ്പ് പുറത്തിറക്കിയത്. 15,49,000 രൂപ മുതൽ 17,49,000 രൂപ വരെയാണ് ഷോറൂം വില. 15,99,000 രൂപ പ്രാരംഭ വിലയിലായിരുന്നു പ്രീ ഫേസ് ലിഫ്റ്റ് പതിപ്പ് വിറ്റിരുന്നത്. അതുകൊണ്ട് തന്നെ EV കാറിൻ്റെ വില ഇനിയും കുറയ്ക്കാൻ ഒരു പ്ലാനില്ലെന്ന് മനസ്സിലാക്കാം. 2024 മെയ് 31 ശേഷം 2024 SUV 400 EVയുടെ വില ഉയർത്തുമെന്ന് മഹീന്ദ്ര അറിയിച്ചിരുന്നു. ഇനി നിലവിലെ സാഹചര്യം മൂലം അതുണ്ടാകുമോ എന്നറിയില്ല. കാരണം ഇപ്പോൾ തന്നെ നെക്സോൺ EVയേക്കാൾ വില കൂടുതലാണ് ഈ മോഡലിന്. 14,49,000 രൂപ മുതൽ 19,29,000 രൂപ വരെയാണ് നെക്സോൺ EVയുടെ വില വരുന്നത്. അതേസമയം 18,92,000 രൂപ മുതൽ 24,99,000 രൂപ വിലയിൽ MG ZS EVയും വാങ്ങാം. SUV 400, XUV 400 EV രണ്ട് വ്യത്യസ്ത ഓപ്ഷൻ ഇന്ത്യയിൽ ലഭ്യമാണ്. EC Pro, EL Pro എന്നിവയാണവ. EL Pro ട്രിം മാത്രം രണ്ട് വ്യത്യസ്ത ഓപ്ഷനുകളിൽ വാഗ്ദാനം ചെയ്യുന്നു. ആദ്യത്തേത് 34.5 കിലോവാട്ട് ബാറ്ററി പാക്കും രണ്ടാമത്തേത് 39.41 കിലോവാട്ട് ബാറ്ററി പാക്കുമാണ് ഓഫറിലുള്ളത്. ഇവയ്ക്കൊപ്പം 7.2 കിലോവാട്ട് AC ചാർജർ സ്റ്റാൻഡേർഡായി വരുന്നു. എൻട്രി ലെവൽ EC Pro 34.5 കിലോവാട്ട് ബാറ്ററി പാക്ക് ഓപ്ഷനിൽ മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നത്. 3.3 കിലോവാട്ട് ചാർജറാണ് ഈ വേരിയന്റിനൊപ്പം നൽകുന്നത്. റേഞ്ച് നോക്കിയാൽ വലിയ ബാറ്ററി പാക്കുള്ള ഫുൾ ഓപ്ഷൻ ഫുൾ ചാർജിൽ 456 കിലോമീറ്റർ ഓടുമെന്നാണ് കമ്പനി പറയുന്നത്. അതേസമയം ചെറിയ ബാറ്ററി പാക്ക് ഫുൾ ചാർജിൽ 375 കിലോമീറ്റർ റേഞ്ച് നൽകുന്നു. 4 വീലുകൾക്കും ഡിസ്ക് ബ്രേക്കുകൾ, റീജനറേറ്റീവ് ബ്രേക്കിംഗ്, 3 ഡ്രൈവ് മോഡുകൾ എന്നിവ EVയിൽ കമ്പനി നൽകുന്നുണ്ട്. ഈ ഇലക്ട്രിക് കാറിൽ നിരവധി പ്രീമിയം ഫീച്ചറുകളും മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. ഒരു പുതിയ ബ്ലാക്ക് ആൻഡ് ബീജ് ഡ്യുവൽ ടോൺ തീമിൽ ഇപ്പോൾ ഇലക്ട്രിക് SUV വരുന്നത്. പുതിയ 10.25 ഇഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീനാണ് 400 EVയിലെ പ്രധാന അപ്ഡേഷനുകളിൽ ഒന്ന്. EVയുടെ ഡാഷ്ബോർഡ് ലേഔട്ടും പുനരൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഫ്ലാറ്റം ബോട്ടം സ്റ്റിയറിംഗ് വീല്, 10.25 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ, മെമ്മറി ഫംഗ്ഷനോട് കൂടിയ ഡ്യുവൽ ടോൺ ക്ലൈമറ്റ് കൺട്രോൾ, വയർലെസ് ഫോൺ ചാർജർ, വയർലെസ് ആപ്പിൾ കാർപ്ലേ, ഓൺറോഡ് ഓട്ടോ, അലക്സ കണക്ടിവിറ്റി, റിയർ USB പോർട്ടുകൾ, റിയർ AC വെന്റുകൾ എന്നിവയാണ് അകത്തളത്തിലെ പ്രധാന ഫീച്ചേഴ്സ്. ഏതായാലും നിലവിൽ ഇവരുടെ ഇലക്ട്രിക് കാറിൻ്റെ വില കുറയ്ക്കില്ലെന്ന് മഹീന്ദ്ര വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം 400 EVയുടെ വില ജൂണിൽ വർദ്ധിപ്പിക്കുമോ എന്ന കാര്യം തീർച്ചയില്ല. അങ്ങനെ വരുമ്പോൾ വില വർധനവിൽ നിന്ന് രക്ഷ നേടാൻ താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ തന്നെ ഈ കാർ വാങ്ങുന്നത് നന്നായിരിക്കും. മാത്രമല്ല, EVയുടെ 2021, 2023 മോഡൽ ഇയർ കാറുകൾക്ക് പല ഡീലർഷിപ്പുകളും വമ്പൻ ഓഫറുകളും നൽകുന്നുണ്ട്. ഏവർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.